നമസ്കാരം സുഹൃത്തുക്കളെ. ഫിഫ ലോകകപ്പ് 2026 ഗ്രൂപ്പ് കെ മത്സരത്തിൽ ഫുട്ബോൾ ശക്തരായ പോർച്ചുഗലും ലോകകപ്പിൽ 52 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയ DR കോൺഗോയും ഏറ്റുമുട്ടിയപ്പോൾ മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചു. മത്സരത്തിന്റെ 6-ാം മിനിറ്റിൽ തന്നെ പോർച്ചുഗൽ ലീഡ് നേടി. പെട്രോ നെറ്റോ നൽകിയ മനോഹരമായ ക്രോസിൽ നിന്ന് ജോവോ നെവസ് ഹെഡറിലൂടെ ഗോൾ നേടി പോർച്ചുഗലിനെ മുന്നിലെത്തിച്ചു. തുടക്കത്തിൽ തന്നെ ഗോൾ നേടിയതോടെ പോർച്ചുഗൽ മത്സരം പൂർണ്ണമായി നിയന്ത്രിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ കോൺഗോ പതറാതെ തിരിച്ചടിച്ചു. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ആർതർ മാസുവാക്കു നൽകിയ ക്രോസിൽ യോആൻ വിസ്സ ഹെഡറിലൂടെ ഗോൾ നേടി. ഈ ഗോൾ DR കോൺഗോയുടെ ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ഗോൾ കൂടിയായി മാറി. രണ്ടാം പകുതിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നേതൃത്വത്തിൽ പോർച്ചുഗൽ ആക്രമണം ശക്തമാക്കി. നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും അവ ഗോളാക്കാൻ സാധിച്ചില്ല. റൊണാൾഡോയ്ക്ക് ലഭിച്ച ചില മികച്ച അവസരങ്ങളും നഷ്ടമായി. അതേസമയം കോൺഗോയുടെ പ്രതിരോധം വളരെ ശക്തമായിരുന്നു. കോൺഗോയ്ക്ക് പോലും വിജയ ഗോൾ നേടാൻ അവസരം ലഭിച്ചു. സെൻട്രിക് ബക്കാവുവിന്റെ ഷോട്ട് പോസ്റ്റിൽ തട്ടി മടങ്ങിയത് പോർച്ചുഗലിന് വലിയ ആശ്വാസമായി. 41-ാം വയസ്സിൽ തന്റെ 6ാമത്തെ ലോകകപ്പിൽ കളിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഈ മത്സരത്തിൽ വലിയ സ്വാധീനം ചെലുത്താനായില്ല. മറുവശത്ത് DR കോൺഗോ ലോകകപ്പ് വേദിയിൽ ചരിത്രപരമായ ആദ്യ പോയിന്റ് സ്വന്തമാക്കി ലോകത്തെ അമ്പരപ്പിച്ചു. അവസാന വിസിൽ മുടങ്ങിയപ്പോൾ സ്കോർ പോർച്ചുഗൽ 1 കോൺഗോ 1. ലോകകപ്പിലെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നായി ഈ സമനിലയെ ഫുട്ബോൾ ലോകം വിലയിരുത്തുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഇഷ്ട ടീം ഏതാണെന്ന് കമന്റിലൂടെ പറയൂ. നന്ദി.